കുറച്ച് പേര് കൂടി, ഒരു ഡയറക്ടർ, 2-3 നടിമാർ എല്ലാവരും കൂടി ഉണ്ടാക്കിയ നാടകമാണിത്. ആ ക്രിമിനൽ ഗൂഢാലോചന ഇവിടെ നടന്നിരിക്കുന്നത്. അതിലാണ് അയാളെ പിടിച്ചകത്തിട്ടത്. ദിലീപ് എന്ത് സ്വാധീനമുള്ള ആളാണ് 80 ദിവസം ജയിലിൽ കിടന്നത്. ഇവർ വെറുതെ പൊതുസമൂഹത്തെ ബ്രെയിൻ വാഷ് ചെയ്യാണ്, വൈകാരികത പറഞ്ഞ്. ഒരു ആകാശത്തിലെ കഥകൾ പറയുകയാണ് ആൾക്കാരോട്. ഇല്ലെന്ന് ചുമ്മാ സിനിമാ ലോകത്തെ എവിടെ ഗുണ്ടായുസം എന്തിൻ്റെ? ഞങ്ങളൊക്കെ അതിനകത്ത് ജീവിക്കുന്നവരല്ലേ. വെറുതെ ആരോപണങ്ങൾ പറയല്ലേ. ഇപ്പം WCC വന്ന നന്നായി എന്ന് പറയുന്ന ആളാണ്. കാരണം അറിയാം, ഇനിയിപ്പം കംപ്ലീറ്റ് കാര്യം മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ടല്ലോ. ഇപ്പോൾ ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ദിലീപിന് അനുകൂലമായി വാദിച്ചൊരു വ്യക്തി കൂടിയാണ് ശ്രീ സജി നന്ദിയാട്ട്. ഈ വിധി പ്രതീക്ഷിച്ചതായിരുന്നോ? ഒരുപാട് വൈകിയെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ വിധി പ്രതീക്ഷിച്ചിരുന്നു. കാരണം കോടതിയിൽ തെളിവുകൾ ഹാജരാക്കപ്പെടുമ്പോൾ അത് ഇടകേറി പരിശോധിക്കുകയില്ല. അപ്പോൾ ഇത് കള്ളക്കേസാണെന്നും ട്രെയിൻ ചെയ്തതാണെന്നും ആദ്യം മുതൽ എനിക്കറിയാൻ പറ്റും. അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ ചാനലിൽ വന്നിരുന്നത്. ദിലീപിന് വേണ്ടി ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ചാനലിൽ വന്ന് ആദ്യമായി പ്രതികരിച്ച വ്യക്തി ഞാനാണ്. പോകപ്പോ ഞാൻ ആൾക്കാർ പിന്നീട് വന്നത്, ഞാൻ അവരെ എല്ലാം ഇപ്പൊ സമയം ഓർക്കുക. അപ്പോൾ എന്നെക്കെതിരായിട്ട് വലിയൊരു എന്താ പറയുക, ഞാനൊരു ഒരു സ്ത്രീ പീഡകനെ സഹായിക്കുന്ന ആളായിട്ട് ചിത്രീകരിക്കപ്പെടുന്നു. മാധ്യമങ്ങളിലെല്ലാം എന്നെ വേട്ടയാടുന്നു. ചാനൽ ചർച്ചകളിൽ ഞാൻ ഒറ്റപ്പെടുന്നു. 2 കേസ് എനിക്കെതിരെ പോലീസ് എടുക്കുന്നു. ഇങ്ങനെയൊക്കെ ഒറ്റപ്പെട്ട് ഞാൻ പലപ്പോഴും വളരെ മാനസികമായിട്ട് തകർന്നിട്ടുണ്ട്. എവിടെ ഇറങ്ങിയാലും പത്രങ്ങളും മാധ്യമങ്ങളും പറയുന്നത് ശരിയെന്ന് വിശ്വസിക്കുന്ന സമൂഹം ദിലീപ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ദിലീപ് ചെയ്തിട്ടില്ല എന്നും ഇതൊരു ഗൂഢാലോചന ദിലീപിനെതിരെ ഉണ്ടായതാണെന്നും കാവ്യമാധവനെ വിവാഹം കഴിച്ചാണ് ഇതിന്റെ അടിസ്ഥാന കാരണമെന്നും വ്യക്തമായിട്ട് എനിക്കറിയാമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണിത് ട്രെയിൻ ചെയ്ത കേസാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് ഈ ഗൂഢാലോചന എന്ന കാര്യത്തിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നത്? അതായത് ഇത് ഫ്രെയിം ചെയ്ത കേസാണ്, ദിലീപിനെതിരായിട്ടുള്ള ഒരു കൊട്ടേഷൻ ആണെന്ന് താങ്കൾ നേരത്തെ പറഞ്ഞതിനുള്ള ഒരു കാരണം? ഇതിനകത്തൊരു സംവിധായകനും 2-3 നടിമാരും 1-2 ചേർന്നാണ് ഈ കേസ്. അതായത് ഒരു പ്രധാനമായി ഇത് ആസൂത്രണം ചെയ്ത ഒരു സംവിധായകനാണ്. ഇവര് 3 ആസൂത്രണം ചെയ്തതാണെന്ന് എനിക്ക് അന്നേ മലയാള സിനിമയിൽ വിവരം ഉണ്ടായിരുന്നു. സിനിമയിലുള്ള പലർക്കും ഇത് അറിയാമായിരുന്നു. പക്ഷെ അവർക്ക് വന്ന് പറയാനൊരു വൈമനസ്യം ഉണ്ടായിരുന്നു. അപ്പം എന്നും വെട്ടി തുറന്ന് പറഞ്ഞ ആളെന്ന നിലയിൽ ഞാനത് ഏറ്റെടുത്തു. ഞാൻ ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചു, മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ ഒരു ലേഡി പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് ഒരു പീഡിപ്പിക്കപ്പെട്ട ഒരാൾക്ക് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പൊതുസമൂഹം നമ്മളെ വെച്ചേക്കത്തില്ല. പക്ഷെ ഇന്നല്ല നാളെ സത്യം വെളിയിൽ വരുമല്ലോ എന്നുള്ളൊരു വിചാരം, ഒരു ചിന്ത എന്നെ മതിച്ചു. അപ്പൊ അതുകൊണ്ടല്ലേ ഇന്നിപ്പം നമുക്ക് ആ ദിവസം വന്നില്ലേ. അപ്പോൾ കോടതിയിൽ ഇവർക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവരിപ്പോഴും കള്ളപ്രചാരണം നടത്തുകയാണ്. 861 ഡിജിറ്റൽ തെളിവിൽ ഒരു തെളിവ് 860 വിട്ടേക്കൂ. നിങ്ങൾ ഇവിടെ ഉപേക്ഷിക്കൂ. കോടതി നിയമ സംവിധാനം അറിയാമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഒരിക്കലെങ്കിലും കോടതിയിൽ പോയിട്ടുള്ളവർക്ക് അറിയാമല്ലോ. 860 നിങ്ങൾ ഉപേക്ഷിക്കൂ. ഒരു തെളിവ് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി 281 സാക്ഷി, ബാലേന്ദ്രകുമാർ വരുന്നതിന് മുമ്പ് 221 സാക്ഷി, അതിനുശേഷം 261 സാക്ഷികൾ അല്ലേ? അതിൽ കൂറുമാറി എന്ന് പറഞ്ഞാൽ 28 പേരെ കൂറുമാറി. ഞാൻ അവരെ അങ്ങ് വിട്ടേര്. നിങ്ങൾ കൂറുമാറി എന്ന് പറഞ്ഞാൽ വിട്ടേക്ക്. 231 മിച്ചമില്ലേ? അതിൽ ഒരു സാക്ഷി, ഒറ്റ സാക്ഷി മൊഴി കറക്റ്റായോ, അല്ലെങ്കിൽ അവർ പറഞ്ഞ സത്യമായോ? അല്ലല്ലോ. അപ്പൊ ഇത് കള്ളക്കേസല്ലേ? ഇതല്ലേ കള്ളക്കേസ്? ഇപ്പൊ പൊതുവിൽ പറഞ്ഞിരിക്കുന്ന, അതായത് പൊതുവിൽ പറയുന്ന ഒരു കാര്യം, അതായത് ദിലീപിന് ഈ നടിയോടൊരു വൈരാഗ്യം ഉണ്ടായിരുന്നു, മഞ്ജുവിനോട് കാവ്യമായിട്ടുള്ള ബന്ധം വെളിപ്പെടുത്തി, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നടക്കമുള്ള മൊഴി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഒരു വൈരാഗ്യമുണ്ട് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ കൃത്യം ചെയ്തു എന്ന് പറയാൻ തക്ക രീതിയിലേക്ക് എങ്ങനെയാണ് എത്താൻ സാധിക്കുക? അത് അനുമാനിച്ചതല്ലേ? അതല്ലെങ്കിൽ ഈ താങ്കൾ പറഞ്ഞതുപോലെ ഒരു ഡയറക്ഷൻ അതിന് മുന്നിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ നമ്മൾ സാധാരണ ആഴ്ചപ്പതിപ്പിൽ പ്രേമലേഖനം വായിക്കുന്ന, നീണ്ട കഥ വായിക്കുന്ന പോലെ കഥകൾ ഇങ്ങനെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എങ്ങനെയാണ് സോഷ്യൽ പ്രഷർ ഉണ്ടാക്കി ദിലീപിനെ ശിക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ കോടതിയെ പ്രഷറിൽ അയക്കാൻ വേണ്ടി ഇവർ 2 ആഴ്ചയായിട്ട് എല്ലാ ചാനലുകളും നിങ്ങളുണ്ട് 1 by 1 ആയിട്ട് മിനിക്കഥകൾ പൊടുപ്പും തൊങ്ങലും വെച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലേ? അതിന് വല്ല അപ്പം ഇത് ഇങ്ങനെ വന്നിട്ട് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, ഇന്നലെ പല ചാനലിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ പൊടിക്കഥ വെച്ചിട്ട് കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെളിവ് കോടതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും. ഞാൻ ചോദിക്കട്ടെ, ഇവരെന്തിനാ മറ്റ് ഡിജിറ്റൽ തെളിവിന്റെ പുറകെ പോണത്? നിയമം അറിയാവുന്ന എല്ലാ ആൾക്കാരും ഈ ചർച്ച കേൾക്കുന്ന അവരോട് ഞാൻ ചോദിക്കട്ടെ, ഒരു ഫൽസഫയും ദിലീപും തമ്മിലുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്താൽ പോരെ? ഫൽസഫയ്ക്ക് ദിലീപ് പൈസ കൊടുത്തു എന്ന് തെളിയിക്കാൻ അവർക്ക് പറ്റിയോ? 20,000 പോയിട്ട് 1 രൂപ കൊടുത്ത് തെളിയിക്കാൻ പറ്റിയോ? ഇല്ലല്ലോ. 2, ഫൽസഫയെ കൊണ്ട് ദിലീപിന് ജയിച്ചു എന്നതിന് ഒരു ബന്ധം അല്ല. ഫൽസഫയും ദിലീപും തമ്മിൽ ഇന്ന് വരെ ഞാൻ ദിലീപിനോട് നേരിട്ട് ചോദിച്ചിട്ടുള്ള. ഫൽസഫി എന്നോട് പറഞ്ഞു, എന്റെ സഹിച്ചേട്ടാ എനിക്ക് ഈ ഫൽസഫയെ അറിയില്ല,
ഞാൻ കണ്ടിട്ടില്ല. ഇനി എന്റെ കൂടെ വല്ല ഫോട്ടോ എടുത്തറിയില്ല, ആരാധകരാണെന്ന് ഫോട്ടോ എടുത്താലും നമുക്കറിയില്ല. ഇവരാദ്യമേ ഒരു ഫോട്ടോ ഷോപ്പോട്ട് കൊടുത്തില്ല, ഒരു വ്യാജ പിന്നെ ജോർജ് ഏട്ടൻപൂരത്തിന്റെ ഫോട്ടോ എന്ത് ചെയ്യാൻ പിൻവലിച്ചേ ഫോട്ടോഷോപ്പ്. മനസ്സിലാക്കണം. അപ്പൊ ഈ പോലീസ് സംഘം പറയുന്ന ആ ഒരു ബന്ധം ഇല്ല എന്ന് തന്നെയാണോ പറയുന്നത്? ദിലീപുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധമില്ല, കണക്ട് ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. ഒരു ദിലീപായിട്ട് ഒരു ഫോൺ കോളിൽ പോലും ബന്ധമുണ്ടെങ്കിൽ ദിലീപിന് ശിക്ഷിക്കപ്പെടത്തില്ലേ? നിങ്ങൾ യൂസ് യുവർ ബ്രെയിൻ. അപ്പൊ പോലീസ് സംഘം ഇനി എന്ത് പറയില്ലേ? പോലീസ് സംഘമാണല്ലോ ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? പോലീസ് സംഘം പറഞ്ഞനുസരിച്ചല്ലേ കേസ് ഇങ്ങനെ പൊക്കോണ്ടിരുന്നത്. ഇവിടെ ഇതിനു മുമ്പ് രണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്തുകൊണ്ടാ ഇതിൽ തെളിവൊന്നുമില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഒരു സക്സസ് റേറ്റ് ആയിരിക്കുന്ന ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർമാര് സ്വാഭാവികമായിട്ട് എന്താ ആലോചിക്കുന്നത്? ദിലീപ് കേസ് ഒരു പ്രമാദമായ കേസ് തെളിവ് കിട്ടുന്ന മൈലേജ് എന്താണ്? അവർ കിട്ടുന്ന എന്താണ്? അവരതിന് പിൻവാങ്ങണം. അതിന്റെ കാരണം എന്താണ്? ഇത് ഉള്ളു ധരിച്ചവരാണ്, അവർക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കും അല്ലേ? അല്ലേ? പിന്നീട് ചാനൽ ചർച്ചയിരിക്കുന്ന ആൾക്കാരെ വിളിച്ചാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അന്ന് പറഞ്ഞ കാര്യം കറക്റ്റ് ആയില്ലേ? അദ്ദേഹം ഇത് ചട്ടപ്പെട്ട കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം എന്താ പറഞ്ഞു? ഒരു മുഖ്യമന്ത്രി എന്നല്ല അദ്ദേഹം എന്താ പറഞ്ഞു? ഇത് ക്രിമിനൽ ഗൂഢാലോചന ഇല്ല എന്ന് പറഞ്ഞില്ലേ? അദ്ദേഹത്തിന്റെ മേൽ അന്നേരം തന്നെ ഇവിടെയുള്ള എല്ലാവരുടെ ചാനലുകാരില്ല. അവർക്ക് ഇങ്ങനെ റേറ്റിംഗ് കൂട്ടണം. ദിലീപ് പറഞ്ഞു റേറ്റിംഗ് കൂട്ടണം, പരസ്യം മേടിക്കണം അല്ലേ, ഷൈൻ ചെയ്യണം. പിന്നെ കുറെ പേര് ഷൈൻ ചെയ്യാൻ വന്നിരുന്നു എവിടെ? ചാനലിൽ അല്ലേ? എസ്റ്റാബ്ലിഷ് ആകാൻ വേണ്ടി, പേര് പ്രശസ്തി കിട്ടാൻ വേണ്ടി ദിലീപിനെ ഉപയോഗിച്ചുകൊണ്ട് പലരും ഷൈൻ ചെയ്യാൻ വന്നു. ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ഈ കേസിൽ കള്ളസാക്ഷികളെ ഉണ്ടാക്കിയില്ലേ? ഫോൺ എങ്ങനെ ജയിലിനുള്ളിൽ വന്നു? ദിലീപിനെ വിളിച്ച പൾസറി ആ ഫോണിൽ 36 ക്യാമറ ഉള്ള ജയിലിൽ 35 പ്രവർത്തിച്ചു, ഒരെണ്ണം മാത്രമില്ല. എന്തേ കാരണം പറയൂ? ഇവർ രജിസ്റ്ററിൽ ഒപ്പിട്ടത് മുഴുവൻ വ്യാജ ഒപ്പുകളായിരുന്നു. കോടതിയിൽ അത് പ്രൂവ് ചെയ്തു. മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് കേരള പൊതുസമൂഹത്തോട് എനിക്ക് റിക്വസ്റ്റേ ഉള്ളൂ. അതായത് എഴുത്തും വായന നടന്ന എല്ലാ പൊതുജനങ്ങളും ഒരു കാര്യം ചെയ്യണം. ഈ ജഡ്ജ്മെന്റിൽ ഈ വെർഡിക്റ്റ് എല്ലാവരും 1 by 1 സെന്റൻസ് ബൈ സെന്റൻസ് ഒന്ന് ചർച്ച ചെയ്യണം. അപ്പോൾ മനസ്സിലാകും, ഇതിനെക്കുറിച്ച് മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാകും. അപ്പോൾ തികച്ചും 101% നിരപരാധിയായ ഒരു മനുഷ്യനെ 8.5 വർഷം വേട്ടയാടുക, അയാളുടെ കരിയർ തകർക്കുക, അയാളെ ഇല്ലാതാക്കുക, അതായിരുന്നു ലക്ഷ്യം. പക്ഷെ കോടതിയിൽ വിശ്വാസമുള്ളതുകൊണ്ട് കോടതിയിൽ സത്യം മാത്രമേ വിജയിക്കുന്ന ഒരിക്കൽ കൂടെ തെളിഞ്ഞിരിക്കട്ടെ. ഇതൊക്കെ നഷ്ടപ്പെട്ട എത്ര വർഷം, ഇവരുടെ കുടുംബം അനുഭവിച്ച മാനസിക വേട്ട, മെന്റൽ ആഗടി, സാമ്പത്തിക നഷ്ടം, കരിയർ നശിപ്പിച്ചത്, ഇതൊക്കെ ആര് ഉത്തരവാദിത്വം പറയുകയും? നമുക്ക് ദിലീപ് വെറുതെ വിട്ടു, പക്ഷെ ഇതൊക്കെ നഷ്ടപ്പെട്ടത് ആര് തിരിച്ചു കൊടുക്കും പറയൂ? അപ്പൊ ഈ ശരിക്കും ദിലീപിനെതിരെയാണ് ഗൂഢാലോചന. ഇനി ഒരു സംശയം കൂടിയുണ്ട്. അതായത് ഇത്രയധികം പോലീസും അതുപോലെ ഈ പറയുന്നത് പോലെ സിനിമാ മേഖലയിലെ ചിലരും, താങ്കൾ പറഞ്ഞതുപോലെ ചിലരും ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്തുന്നുവെങ്കിൽ എന്താണ് ദിലീപിനെ വീഴ്ത്താൻ ഇത്ര വലിയ ആഗ്രഹം? എന്താണ് അതിന് പിന്നിലൊരു കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ, ദിലീപ് കായിക മാധവന് വിവാഹം കഴിച്ചു എന്നുള്ളത്. ഒറ്റ കാരണം. അതിലെല്ലാം ഉണ്ട്. എന്തിനാ അധികം ചോദ്യങ്ങളും ഉത്തരങ്ങളും? ഒറ്റ പോയിന്റ് അതിനകത്തെല്ലാം ഉണ്ട്. വിവരമുള്ളവർ മനസ്സിലാക്കട്ടെ വരികൾക്കിടയിലൂടെ. ദിലീപ് കാവ്യമാധവന് വിവാഹം കഴിച്ചു എന്നുള്ളതാണ് എൻ്റെ അടിസ്ഥാന കാരണം. അങ്ങനെ എത്രയോ ചാനൽ ചർച്ചയെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പല ചർച്ചകളും എടുത്ത് നോക്കും. ബാക്കി തുറന്നു പറഞ്ഞാൽ എന്നെ പോലും എനിക്ക് തന്നെ 2 കള്ളക്കേസല്ല വന്നിരിക്കുന്നത്. ഞാൻ അങ്കമാലി കോടതി കയറി ഇറങ്ങല്ലേ? ഞാൻ ചാനൽ ചർച്ചകൾ വന്നിരുന്നതിന്റെ പേരിൽ എന്നെ പിന്മാറ്റാൻ എവിടത്തൊക്കെ ശ്രമം നടന്നു? എന്നെ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ, ഞാൻ പിന്മാറിയില്ലല്ലോ. എനിക്ക് 2 കേസ് എടുത്തല്ലോ. ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. ഭീഷണി ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായി? ഇവർ ചില ആൾക്കാർ വന്ന് ഭീഷണി ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഷൈൻ ചെയ്യാൻ പറയുന്ന ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ ആൾക്കാർ വന്ന് പറഞ്ഞിട്ട് അവരൊക്കെ ഭീഷണി ഉണ്ടെന്ന്. അവർക്കൊന്നും ഒരു ഭീഷണിയില്ല, ചുമ്മാ ഷൈൻ ചെയ്യാൻ പറയുന്ന. എന്ത് ഭീഷണി? ഇവരെയൊക്കെ ആർക്ക് വേണം? അപ്പൊ ദിലീപിനെതിരെ ബാലേന്ദ്രകുമാറിനെ കൊണ്ട് എന്തുകൊണ്ടാണ് ഇന്നലെ ബൈജു കൊട്ടാരക്കര 24 ചാനൽ ചർച്ചയിൽ എന്നോട് പറയുന്നു, നിങ്ങൾ കേട്ടോ ഇങ്ങനെ എടുത്തത്? അതായത് ഒന്നാമത്തെ അന്വേഷണത്തിൽ തെളിവുകളില്ല എന്നുള്ള ഒരു കൊണ്ടാണ് രണ്ടാമത്തെ അന്വേഷണം വന്നത്. ബാലേന്ദ്രനെ ഇറക്കി 221 സാക്ഷികൾ വിസ്തരിക്കപ്പെടുന്ന 2021 ഡിസംബർ അവസാനം 220 സാക്ഷികളെ വിസ്തരിച്ചു. 221 സാക്ഷി ആരാണ്? അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ സാക്ഷി വിസ്തരിക്കുന്നതിന് തൊട്ട് മുമ്പ് ആരെ എൻട്രി ചെയ്യുന്നത്? ബാലേന്ദ്രകുമാർ. ഈ ബാലേന്ദ്രകുമാർ എൻട്രി കൃത്യസമയത്താണ്. ഇത് പ്ലാൻ ചെയ്താണ്. ബൈജു കൊട്ടാരങ്ങൾ സമ്മതിക്കുകയാണ്, ഞാനാണ് ആരെ കൊണ്ടുവന്നത്? ബാലേന്ദ്രകുമാറെ കൊണ്ടുവന്നത്. ഇന്നലെ ചാനൽ ചർച്ച എടുത്ത് നോക്കൂ, മീഡിയ വൺ എടുത്ത് നോക്കൂ, ഇന്നലത്തെ 24 എടുത്ത് നോക്കൂ. അപ്പൊ ഞാൻ പറഞ്ഞ എത്രയോ കാര്യം കൃത്യമായിട്ടുണ്ട്. ഇവരുടെ ഗൂഢാലോചന മൊത്തം നമുക്കറിയാം. കാരണം സിനിമാ ബന്ധങ്ങൾ നമുക്കുള്ളത് കൊണ്ട് സിനിമയിൽ നിന്ന് വരുന്ന ആളെന്നറിയില്ല, അവിടുന്ന് ഇവിടുന്ന് കൃത്യമായ വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ദിലീപിനെ ഇത് പ്രതിയാക്കിയ അടിസ്ഥാന കാവ്യമാധവൻ ദിലീപിനെ വിവാഹം കഴിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ്, അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്.
ഞാൻ ചോദിക്കട്ടെ, ക്രിമിനൽ ഗുണ്ടാ ഉണ്ടെന്ന് പറഞ്ഞ ആരാണ്? മഞ്ജു വാര്യരാണ്. മഞ്ജു വാര്യണ്ടേ? അപ്പം മഞ്ജു വാര്യരാണ് ഇതിലേക്ക് വെളിച്ചം വീശിയത് അല്ലേ? അപ്പൊ അവിടെ തുടങ്ങണം അന്വേഷണം. പറഞ്ഞല്ലോ, ഇതിനകത്ത് ഇതിനകത്ത് ഈ നമ്മൾ കൊടുക്കുന്ന നികുതി മുഴുവൻ കൊടുക്കേണ്ട രൂപയല്ലേ ഗവൺമെന്റിന് ചെലവായിരിക്കുന്നത്? ഇതിന് ഉത്തരവാദിത്തം ഇവരെ കൊണ്ട് പറയിക്കണ്ടേ? ഈ ഉദ്യോഗസ്ഥരുടെ ഈ പറഞ്ഞ ദിലീപിനെതിരെ പ്രവർത്തിച്ചവരുടെ എല്ലാം ബാങ്ക് ബാലൻസും ഇവരുടെ ബന്ധുക്കളുടെ എല്ലാ സ്വത്ത് വിവരങ്ങൾ ഒന്ന് അന്വേഷിച്ച് നോക്കി. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തി ആരാണെന്ന് ഞാൻ പറയാം ഉത്തരം പറയട്ടെ. പൾസർ സുനിക്ക് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ജാമ്യം കിട്ടാൻ ലക്ഷങ്ങൾ ചെലവഴിച്ച ആരാണ്? പൾസർ സുനിക്ക് എന്ന സാമ്പത്തിക ആളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരാണല്ലോ ഇതിന്റെ പ്രതികൾ. അവരെ കുറിച്ച് ഇവർ അന്വേഷിച്ചോ പോലീസ്? എന്ത് അന്വേഷിക്കാറുണ്ട്? പൾസർ സുനിക്ക് ഇപ്പൊ ദിലീപിനെ ആണെങ്കിൽ ദിലീപിന്റെ ഇഞ്ച് ചലനാറ് കീഴിൽ ഇവർ പരിശോധിച്ചല്ലോ. ബോംബെയിൽ നിന്നും മൊബൈൽ മുഴുവൻ പരിശോധിച്ച് ദിലീപ് റിട്രീവ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഇവർ പരിശോധിച്ചല്ലോ, ഇവർക്കെല്ലാം കിട്ടിയെന്ന് പറഞ്ഞല്ലോ. ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ട നാളിൽ കയ്യിലുണ്ടെന്ന് മൊബൈൽ അവർ പിടിച്ചു മേടിച്ചല്ലോ. എന്തെങ്കിലും കിട്ടിയോ? ഒരു കുഞ്ഞു തെളിവ് ഒരു കിട്ടിയോ? പറയൂ. അപ്പൊ ഇവരിപ്പോ വെറുതെ കുറെ കഥകളും മിനി കഥകളും കുറെ തിരക്കഥയും ഉണ്ടാക്കി ഇവര് ഇറങ്ങിയതാണ്. എന്നിട്ട് സംഭവിച്ചു? 861 ഡിജിറ്റൽ രേഖ, 860 പോട്ടെ വിട്, ഒരെണ്ണം പ്ലീസ് ഉണ്ടോ അവർക്ക്? 281 സാക്ഷിയിൽ ഒരു സാക്ഷി, ഒറ്റ സാക്ഷി ഇവരുടെ സാക്ഷികൾ ഉണ്ടായിരുന്നല്ലോ. ഇതെല്ലാം ഹിയർസയാണ്. അവര് പറഞ്ഞു, മറ്റവര് പറഞ്ഞു, ഇവര് പറഞ്ഞു, ഞാൻ പറഞ്ഞു, അവര് കേട്ടു, ഇവര് പറഞ്ഞു എനിക്കറിയാം, അവര് പറഞ്ഞു, അവരോട് പറഞ്ഞു. ഇതൊന്നും ഒരു എന്തില്ല, ഒറിജിനില്ല. വെറുതെ കുറെ ഊഹോപോഹങ്ങൾ മാത്രമാണ് ഹിയർസയായിട്ട് പറഞ്ഞത്. കോടതിക്ക് വേണ്ട തെളിവില്ല ഒരു ഇഞ്ച്, ഒരു മില്ലിമീറ്റർ, ഒരു എന്താ ഇതിന് പറയാ, ചൈനി ആയിട്ടുള്ള വളരെ വളരെ ഒരു കുഞ്ഞു തെളിവ് കൊടുത്താൽ ദിലീപ് ശിക്ഷിക്കപ്പെട്ടെ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ കറക്റ്റ് ആയില്ലേ? ദിലീപിനെതിരെയാണ് ഗൂഢാലോചന എന്ന് ഞാൻ എത്രയോ പ്രാവശ്യം വിളിച്ചു പറഞ്ഞു. പൊതുസമൂഹത്തിൽ ബോധം വിവരമുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ സത്യം തെളിഞ്ഞിരിക്കുന്നു, കോടതി മുമ്പാകെ സത്യം തെളിഞ്ഞിരിക്കുന്നു. വീണ്ടും സാധാരണക്കാർക്ക് ഒരു കോടതി മാത്രമേ ആശ്രയമുള്ളെന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുന്നു. ഒരാൾക്ക് കാശുണ്ടായിപ്പോയാൽ അയാൾ നിരപരാധി ആയിക്കൂടെ? ഒരാൾ പ്രസിദ്ധനാണ്, ഒരാൾ സിനിമാ നടനാണ്, അതുകൊണ്ട് അയാൾക്ക് നിരപരാധി ആയിക്കൂടെ അല്ലേ? അതാണ് നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം. അപ്പം ഇതെല്ലാം ഇവരുടെ എല്ലാം ചില്ലുകൊട്ടാരം തകർന്നടിഞ്ഞു. ഉയർന്ന കോടതിയിൽ പോകട്ടെ, അവിടെ ചെന്നാലും എന്തെങ്കിലും കൊടുക്കണ്ടേ? ഇപ്പം കേരള പൊതുസമൂഹത്തെ അഭിഭാഷ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഞങ്ങൾ ഉയർന്ന കോടതിയിൽ പോകും, അത് ചെയ്യും, ഇത് ചെയ്യും. ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആക്കേണ്ട ഗതികേടിലേക്ക് ഒരു മാറിയില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിന്റെ മാറ്റർ ഓഫ് ഫാക്ട്സിൽ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ബോധവും വിവരമുള്ള കേരള ജനത പറയട്ടെ. മനസ്സിലായില്ലേ? അതായത് ഇപ്പോൾ ഈ ഒരു കേസ് വന്നതിന് ശേഷം, ഈ ഒരു നടിയെ ആക്രമിച്ച കേസ് വന്നതിന് ശേഷം WCC, അതിനുശേഷം ഹേമ കമ്മിറ്റി, അതിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ പൊതുവിൽ പറഞ്ഞു വന്നത് സിനിമാ മേഖലയിൽ, പ്രത്യേകിച്ചും മലയാള സിനിമാ മേഖലയിൽ ഒരു ഗുണ്ടാ സംഘം ഉണ്ടെന്നുള്ള ഒരു നരേറ്റീവ് ഇതിന് പിന്നാലെ ഉയർന്നു വന്നിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ലെന്ന്, ചുമ്മാ സിനിമാ ലോകത്ത് എവിടെ ഗുണ്ടായുസം എന്തുണ്ടേ? ഞങ്ങളൊക്കെ അതിനകത്ത് ജീവിക്കുന്നവരല്ലേ, വെറുതെ ആരോപണങ്ങൾ പറയല്ലേ. ഇപ്പം WCC വന്നാൽ നന്നായി എന്ന് പറയുന്ന ആളാണ്. കാരണം അറിയാം, ഇനിയിപ്പം കംപ്ലീറ്റ് കാര്യം മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ടല്ലോ, അതെ അല്ലേ? നല്ല കാര്യമല്ലേ? അപ്പം അതൊക്കെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. WCC ആയാലും ആരായാലും ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല, ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷെ ഈ കേസിൽ ദിലീപ് ഇല്ല എന്ന് ആദ്യം മലയാളി സമൂഹത്തിൽ വിളിച്ച് ഞാൻ പറഞ്ഞു. എന്നെ വേട്ടയാടി, എന്നോട് പലർക്കും സ്നേഹം നഷ്ടപ്പെട്ടു. ഫോണുകളാണ്, മിസ്ഡ് കോളുകളാണ് കിടക്കുന്നത്. കാരണം ഞങ്ങൾ പറഞ്ഞു, ഞാൻ അന്ന് പറയാൻ കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കും, ഒരു ലേഡി ആരെങ്കിലും ആക്രമിച്ചാൽ നമ്മൾ അതിന് സൈഡ് നിൽക്കും. നിങ്ങൾ പറയും, നമ്മളൊക്കെ മനുഷ്യല്ലേ, നമ്മൾ വീട്ടിൽ നിന്ന് വരുന്നവരല്ലേ, നമ്മുടെ കുടുംബ ബന്ധങ്ങളല്ലേ. ഇതല്ല, ആ ലേഡിക്കെതിരല്ല നമ്മൾ. ആ ലേഡിയെ ശരിക്കും പറഞ്ഞാൽ ഇവര് ഉപയോഗിച്ച് ഇവർ പ്രസിദ്ധരാകാനും വൈരാഗ്യം തീർക്കാനും, ദിലീപിനെ ഡേറ്റ് കിട്ടാത്തവർ, ദിലീപിനോട് വൈരാഗ്യമുള്ളവർ, ദിലീപിന്റെ ഉയർച്ചയിൽ നമുക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് പേർക്ക് ഒരു ആൾ ഉയർന്നു വരുമ്പോൾ കുശുമുണ്ടാവും. ഇതെല്ലാം കൂട്ടി കുറച്ച് പേര് കൂടി, ഒരു ഡയറക്ടർ, 2-3 നടിമാർ എല്ലാവരും കൂടി ഉണ്ടാക്കിയ നാടകമാണിത്. ആ ക്രിമിനൽ ഗൂഢാലോചന ഇവിടെ നടന്നിരിക്കുന്നത്. അതിലാണ് അയാളെ പിടിച്ചകത്തിട്ടത്. ദിലീപ് എന്ത് സ്വാധീനമുള്ള ആളാണ് 80 ദിവസം ജയിലിൽ കിടന്നത്. ഇവർ വെറുതെ പൊതുസമൂഹത്തെ ബ്രെയിൻ വാഷ് ചെയ്യാണ്, വൈകാരികത പറഞ്ഞ്. ഇവർ ആകാശത്തിന്റെ കഥകൾ പറയുകയാണ് ആൾക്കാരോട്. ഇവർ കൊണ്ടുവന്നത് മുഴുവൻ പൊളിഞ്ഞ് പാളീസായിപ്പോയി. ഇനി ഇവർക്ക് എന്ത് പറയാൻ പറ്റും? അതുപോലെ മാധ്യമങ്ങൾ കാള പറ്റേന്ന് പറയുമ്പോൾ കയ്യിലെടുത്ത് ഒരു സൈഡിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു എല്ലാ മാധ്യമവും. ഇപ്പോ വീണ്ടും
അവർക്കും കേരളത്തിലെ മാധ്യമങ്ങളുടെ മുഖത്തേറ്റ ഏറ്റവും വലിയ, അതായത് ദിലീപിനെതിരായി പറഞ്ഞ എല്ലാ മാധ്യമങ്ങളുടെ മുഖത്തേറ്റ ഏറ്റവും വലിയ അടിയായി പോയി. ഇപ്പൊ അവർക്കൊന്നുമില്ലല്ലോ സംസാരിക്കാൻ. മനസ്സിലായില്ലേ? അവര് പറഞ്ഞ സാക്ഷി കൂറുമാറി എന്നൊക്കെ പറഞ്ഞ് നിസ്സാര കാര്യം. കൂറുമാറിയ സാക്ഷികൾ 28 ആണെങ്കിൽ ബാക്കിയുള്ളവരെ എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല. 860 ഡിജിറ്റൽ രേഖ, അത് പിന്നെ കൂറുമാറത്തില്ലല്ലോ. ഡിജിറ്റൽ രേഖ കൂറുമാറുമില്ലല്ലോ. അതെ, ഇവർക്കൊന്നും നേരം വെളുത്തിട്ടില്ല ഇതുവരെ. യാതൊരു ബോധമില്ലാത്ത ആൾക്കാരാണ് ഇവര്. ഇവർക്കൊക്കെ അറിയാം ദിലീപ് ശിക്ഷിക്കപ്പെടുന്നത് ഇവർക്ക് നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ടാണ് ഇവർ 2 ആഴ്ചയായിട്ട് കഥയായിട്ട് ഇറങ്ങി. എല്ലാ ചാനലിലും ഭയങ്കര കഥയായിരുന്നു. എങ്ങനെയാണ് സോഷ്യൽ പ്രഷർ ഉണ്ടാക്കുക, കോടതിയെ പ്രഷറൈസ് ചെയ്യുക. ഇവരുടെ ഉദ്ദേശം അതായിരുന്നു. പക്ഷെ സത്യവും നീതിയും പറയുന്ന ഒരു ജഡ്ജായിരുന്നു. മനസ്സിലായോ? മനസ്സിലായി. ദിലീപിനെതിരെ ഞാൻ കൂടാതെ അത് ഇനി അന്വേഷിക്കപ്പെടണം. അവരെല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇവരുടെ എല്ലാം ഫോൺ രേഖകൾ പരിശോധിക്കണം. ആ നടി ആക്രമിക്കുന്ന സമയത്ത് കഴിഞ്ഞ് ഫെബ്രുവരിക്ക് ശേഷമുള്ള ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളുള്ള ഇവരുടെ എല്ലാം ഫോൺ രേഖ പരിശോധിച്ചാൽ കറക്റ്റ് ആളെ കിട്ടുമല്ലോ. ഇവരുടെ ഓടാൻ വെടി വരുമല്ലോ. ഒന്നും വേണ്ടല്ലോ. പൾസസുനിക്ക് സുപ്രീം കോടതി ഹൈക്കോടതി കോടിക്കണക്കിന് രൂപ മുടക്കിയവരില്ലേ? ചുമ്മാ ഒരാൾ പോയില്ലേ പൾസസുനിക്ക് പൈസ മുടക്കും. അല്ല, പൾസസുനി ആരാണ് പറയൂ? അതിക്ക് സാമ്പത്തികമായി ഒന്നുമില്ലാത്ത വീട്ടിലാണെന്ന് നമുക്കറിയാം. അതിക്ക് കോടികൾ മുടക്കിയത് ആരാന്ന് പറ. അവരല്ലേ പ്രതികൾ. ആ മുടക്കിയ ആൾക്കാരെ കുറിച്ച് ഇവർ അന്വേഷിച്ചോ? ഇവർ വൺ സൈഡ് അന്വേഷണം. ദിലീപിനെ കൊടുക്കാൻ എന്ത് കിട്ടും? ദിലീപിനെതിരായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ശ്രദ്ധിച്ചിട്ടുള്ളൂ. കാരണം എന്താ? പർപ്പസ് ഉണ്ടായിരുന്നു ദിലീപിന്റെ കയ്യിൽ നിന്ന് ദൃശ്യം പിടിക്കാനാണ് ഇവർ പല വ്യാജ രീതി ഉണ്ടാക്കിയത്. പക്ഷെ അതൊന്നും വിജയിച്ചില്ല. കാരണം എന്നറിയോ? സത്യത എന്നും ജയിക്കൂ. ഈശ്വരൻ എന്ന ശക്തി ഇല്ലേ ലോകത്ത്? അല്ലെങ്കിൽ പ്രകൃതിയുടെ ശക്തി ഉണ്ടല്ലോ ഇവിടെ. അപ്പം അത് തെളിഞ്ഞിരിക്കും. എന്ത് കുറ്റം ചെയ്താലും, നമ്മൾ സാധാരണ പറയാറില്ല, കുറ്റം ചെയ്താൽ എവിടെയും തെളിവ് അവശേഷിക്കുന്നു. അപ്പം ഒരു നീതിമാനെ നമ്മൾ പറയില്ല, യേശുക്രിസ്തുവിനെ വിട്ടുതരിക, യേശുക്രിസ്തുവിനെ ക്രൂശിക്കുക, ബർബാസിനെ വിട്ടുതരിക എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്.